മലപ്പുറത്ത് വീണ്ടും ദേശീയപാത നിർമ്മാണവുമായി പാളിച്ചയുമായി ബന്ധപ്പെട്ട് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതിലെ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ റോഡ് ഉപരോധം നടക്കുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്കൂടി കാര്യങ്ങൾ പോകുന്നു. വലിയ ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ ആശങ്ക ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് നിൽക്കുക, പ്രതിഷേധം മറുവശത്ത് നിൽക്കുക, മഴ, ഇത് പരിപൂർണമായിട്ട് ആ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് വിവരങ്ങളെല്ലാം? ഏറെ സമയം ഈ മേഖലയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. കാരണം യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് ഈ കൂരിയാട് ഫ്ലൈ ഓവറിന്റെ താഴെയാണ്, അതായത് പ്രധാനപ്പെട്ട വഴിയുടെ കുറുകെയാണ് സംഘടിപ്പിച്ചിരുന്നത്. പ്രതിഷേധ സംഗമം MLA മാരും നേതാക്കന്മാരും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് പോയതിനു ശേഷം യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഈ മേഖല പൂർണ്ണമായിട്ടും ഉപരോധിക്കുകയും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റിലധികം സമയം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, നിലവിൽ തന്നെ ഈ കൂരിയാടിലെ സർവീസ് റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങളൊക്കെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. അതുതന്നെ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം ഈ വഴി കൂടി പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിൽ സമരം നീങ്ങിയതോടെ വലിയ ഗതാഗതക്കുരുക്ക് ഹൈവേയിൽ അനുഭവപ്പെട്ടു. ഇപ്പോൾ സമരക്കാരെ നീക്കിയിട്ടുണ്ട്, സമരം അവസാനിപ്പിച്ച് പ്രവർത്തകർ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഗതാഗതക്കുരുക്ക് തീരുവാൻ ഏറെ സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങൾ വരിയായിട്ട് ഏറെ സമയമെടുത്താണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. അതേസമയം ശക്തമായ ഒരു സമരമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന സമരങ്ങളുടെ തുടക്കം മാത്രമാണ് ഇതെന്ന് അവർ പറയുന്നു. ഈ ഒരു ബൈപ്പാസ്, ഈ ഒരു മേഖലയിലൂടെ ഈ വയഡക്ട് പാലം മാത്രമാണ് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. ആ കാര്യം നേരത്തെ തന്നെ അധികൃതർക്ക് മുമ്പിൽ അറിയിച്ചതാണ്. ഈ ഒരു മേഖലയിലെ ഭൂഘടന, ഇവിടുത്തെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, ഇവിടെയുള്ള തോടുകളും കൈവഴികളും ഒക്കെ അടച്ചുകൊണ്ടുള്ള നിർമ്മാണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നേരത്തെ അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെയുള്ള നിർമ്മാണം ആണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതെന്നും ഇനി ഇതിന് പരിഹാരമായിട്ട് ഒരു വയഡക്ട് പാലം മാത്രമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നതെന്നും അത് ആ തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കുമെന്നുമാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗും ഈ ഒരു സമരം ഏറ്റെടുത്തതായിട്ട് KP മജീദും MLA-മാരെ KP മജീദും അതേപോലെ അബ്ദുൽ ഹമീദ് മാസ്റ്ററും ഒക്കെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതൊരു വരാനിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കം മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ കൂരിയാട്ടെ ദേശീയപാതയുടെ തകർച്ച വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് UDF ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി വ്യക്തമാണ്. അതായത് ഇതിൽ കോൺഗ്രസും പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നു. ലീഗ് ഇത് ദേശീയ തലത്തിൽ ഉന്നയിക്കുന്നു ഈ വിഷയം. ഇതിൽ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഒക്കെ ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നു. യൂത്ത് ലീഗ് പ്രതിരോധവും പ്രതിഷേധമൊക്കെയുമായി സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് ഇതിനൊപ്പം നിൽക്കുന്നു. UDF ഒറ്റക്കെട്ടായി ഈ വിഷയം മുന്നോട്ടിറങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടിയാണോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുമിച്ച് ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള അത്തരം ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു എന്നുണ്ടോ? അപർണ, ഇതിൽ കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നത് വ്യക്തമാണ്. കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇതിന്റെ നേട്ടങ്ങൾ ഏറ്റെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF ആയുധമാക്കിയിരുന്നു. അപ്പോൾ LDF-നും NDA-ക്കും ഒരുപോലെ ഇതിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും നേട്ടങ്ങൾ ആഘോഷമാക്കുന്നവർ ഇതിന്റെ കോട്ടങ്ങൾ കൂടി ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണമെന്നും UDF ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾ UDF നടത്തും. അത് LDF-ന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇടയിൽ ഈ ഒരു കൂരിയാടെ ദേശീയപാതയുടെ തകർച്ച വലിയ രാഷ്ട്രീയ വിവാദമാക്കി കൊണ്ടുവരികയാണ് UDF-ന്റെ ലക്ഷ്യം. അത് ആ തരത്തിൽ UDF രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമെന്ന് തന്നെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവാകട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കളാകട്ടെ എല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വിദഗ്ധ സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്താണ് എന്നതുകൂടി ഒന്ന് വരട്ടെ, അതിനുശേഷം കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണം നടത്തുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. എന്നാണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വിഷയത്തിൽ കുറെ കൂടി തുറന്നുള്ള രാഷ്ട്രീയ പോരിലേക്ക്, ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെ വേണം കരുതുവാൻ. അപർണ, CV അനുമോദ് വിവരങ്ങൾ നൽകുന്നത്. ഇത് കൂടുതൽ രാഷ്ട്രീയ വിഷയമായി ഉയർത്താനുള്ള നീക്കത്തിലേക്ക് UDF കടക്കുകയും ചെയ്യുന്നു. മലപ്പുറത്ത് പ്രതിഷേധം തുടരുകയാണ്.